Hello students, ഞാൻ മാനുവൽ ജോർജ് ഭഗവത്പാദ ITI ബൈസിക്കിളിലെ ഇലക്ട്രീഷ്യൻ വിഭാഗം ജൂനിയർ ഇൻസ്ട്രക്ടർ ആണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ തന്നെ ട്രാൻസ്ഫോമറുകളിൽ കഴിഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമറുകളിൽ പറയാൻ മാറ്റി വെച്ചിരുന്ന ഒരു 3 ട്രാൻസ്ഫോമറെ കുറിച്ചാണ്. ഒന്ന് ഓട്ടോ ട്രാൻസ്ഫോമർ, അതുപോലെ ഡ്രൈ ട്രാൻസ്ഫോമർ, പിന്നെയുള്ളത് മൂന്നാമത്തേത് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ. ഈ 3 ട്രാൻസ്ഫോമറെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റത്തെ ക്ലാസ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്താണെന്നുള്ളതാണ്. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് auto transformer is a transformer having single winding which act as a primary and as well as secondary winding. ഓട്ടോ ട്രാൻസ്ഫോമറിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഒരു വൈൻഡിങ് മാത്രമേ ഉള്ളൂ. ആ ഒരു വൈൻഡിങ് തന്നെയാണ് പ്രൈമറി ആയിട്ട് സെക്കൻഡറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദി ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ of Faraday's law of electromagnetic induction. ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന് പറയുന്ന സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. മറ്റ് ഓട്ടോ ട്രാൻസ്ഫോമർ ഒഴികെ ബാക്കി എല്ലാ ട്രാൻസ്ഫോമറുകളും വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അതേസമയം ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ഇടതുവശത്ത് കാണുന്നതാണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഡയഗ്രാം ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാം ഒരു വൈൻഡിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കിയാൽ കാണാം ഒരൊറ്റ വൈൻഡിങ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഫിഗർ 1, അതായത് ഈ ഫിഗർ തന്നെ AC in the primary winding with the N AC turns. അതായത് ഇവിടെയുള്ള ഇതാണ് പ്രൈമറി വൈൻഡിങ്. AC എന്ന് പറയുന്ന ഈ 2 കണക്ഷനും വരുന്ന ഭാഗമാണ് പ്രൈമറി വൈൻഡിങ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഫുൾ എത്ര മാക്സിമം ടേൺസ് ആയിരിക്കും ഈ പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടാകുക. അപ്പൊ ആ ടേൺസ് ആൻഡ് the voltage applied across the primary winding of the transformer is V1. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് പ്രൈമറി വൈൻഡിങ്ങിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V1 ആണ്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ BC is the secondary winding where B is a suitable tapping point. ഇതിന്റെ പ്രത്യേകത ഇതാണ്, സി എന്ന് പറയുന്ന കോമൺ പോയിന്റ് ആയിരിക്കും. അപ്പൊ ബി സി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് എടുക്കുന്നത്. അതില് ബി എന്ന് പറയുന്ന പോയിന്റ് ടാപ്പിംഗ് പോയിന്റ് ആണ്, സൂട്ടബിൾ ടാപ്പിംഗ് പോയിന്റ്. അതായത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ചേഞ്ച് ചെയ്യും. ഇത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ സെക്കൻഡറി വൈൻഡിങ്ങിന്റെ ടേൺസിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരികയും അതനുസരിച്ച് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് ഡിഫറെന്റ് ആവുകയും ചെയ്യും. അപ്പൊ ഇതില് സി എന്ന് പറയുന്നത് കോമൺ പോയിന്റ് ആണ്. അത് പ്രൈമറി വൈൻഡിങ്ങിനും അതുപോലെ സെക്കൻഡറി വൈൻഡിങ്ങും കണക്ട് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് ആയിട്ടാണ് സി ഇവിടെ വരുന്നത്. ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ബി എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്, അതായത് ടാപ്പിംഗ് പോയിന്റ് എന്ന് പറയും. എ എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ് ആണ്. അപ്പൊ എ സി എന്ന് പറയുന്നതാണ്
പ്രൈമറി വൈൻഡിങ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ ബി സി എന്ന് പറയുന്നത് സെക്കൻഡറി വൈൻഡിങ് ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി വൈൻഡിങ്ങിലെ ടേൺസിന്റെ എണ്ണം NBC ആയിട്ട് നമ്മൾ എടുക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V2 ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അതുപോലെ തന്നെ I2 ഈസ് ദി കറണ്ട് ഔട്ട്പുട്ട് കറണ്ട്. I2 എന്ന് പറയുന്നത് ഈ I2 എന്ന് പറയുന്നത് ഈസ് ദി സെക്കൻഡറി ഔട്ട്പുട്ട് കറണ്ട്. സെക്കൻഡറിയിലുള്ള ഔട്ട്പുട്ട് കറണ്ട് ആയിരിക്കും I2. അതുപോലെ തന്നെ V2 എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ ടെർമിനൽ വോൾട്ടേജ് ആയിരിക്കും. The portion BC of the full winding ABC is common to both low voltage and high voltage side. അപ്പോൾ നമ്മുടെ ABC എന്ന് പറയുന്ന ഈ ഫുൾ വൈൻഡിങ് കോമൺ എന്ന് പറയുന്ന, അതായത് ഇവിടെ വൈൻഡിങ് ഉള്ളത് നമ്മൾ എടുത്തിരിക്കുന്ന ഒറ്റ സിംഗിൾ വൈൻഡിങ് ആയിരിക്കും. ആ സിംഗിൾ വൈൻഡിങ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് സൈഡിനും അതുപോലെ പ്രൈമറി, അതായത് പ്രൈമറി സൈഡും അതുപോലെ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ സെക്കൻഡറി സൈഡിനും ഈക്വൽ ആയിരിക്കും, കോമൺ ആയിരിക്കും. സോറി, ഈക്വൽ അല്ല, കോമൺ ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇക്വേഷൻ ഫോർ സെക്കൻഡറി വോൾട്ടേജ്, സെക്കൻഡറി വോൾട്ടേജിനുള്ള ഇക്വേഷൻ ആണ് ഈ വന്നേക്കുന്നത്. V is equal to സെക്കൻഡറി വോൾട്ടേജ്, നമ്മുടെ സെക്കൻഡറിയിൽ കിട്ടുന്ന വോൾട്ടേജ്, വരുന്ന വോൾട്ടേജിന്റെ അളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് V2 is equal to V1 into IBC divided by NAC. ടേൺസിന്റെ എണ്ണവും പ്രൈമറിയിലെ വോൾട്ടേജും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡറിയിലെ കറണ്ട് അല്ല സെക്കൻഡറിയിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ കഴിയും. അതിനുള്ള ഇക്വേഷൻ ആണ് V is equal to V1 into NBC divided by NAC. അടുത്ത പറയുന്നത് ദി റേഷ്യോ ഓഫ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ ഇൻ ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ. അപ്പോൾ വോൾട്ടേജ് റേഷ്യോ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് A is equal to NBC divided by NAC is equal to V divided by 2, V2 divided by V1 is equal to I1 divided by I2. അതായത് A is less than 1, A എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ ആ ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ആ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇത്രയാണ് ഓട്ടോ ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു ഔട്ട്പുട്ട്, ഇപ്പൊ 230 വോൾട്ടേജ് ഉള്ള ഒരു ഔട്ട്പുട്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് അല്ല, ഇൻപുട്ട് 230 ഇൻപുട്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് 0 തൊട്ട് 250 വരെ, 250 260 വരെ നമുക്ക് വേരി ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഇതിനിടയ്ക്കുള്ള ഏത് റേഞ്ചിലുള്ള വോൾട്ടേജ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് ഇൻപുട്ട് കണക്ഷൻ കൊടുക്കുന്ന ലീഡ്. ഇത് നമ്മൾ പ്ലഗിലേക്ക് കണക്ട് ചെയ്യുക, നമ്മുടെ ഇൻപുട്ട് ആണ്. ഇതാണ് ഔട്ട്പുട്ട്. ഇവിടുന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതാണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ. ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കോയിലൂടെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ്. അതായത് ഒരു കോയിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ കോയിലിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് മൂലം അതേ കോയിലിൽ തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് റിലീസ് ചെയ്യും എന്നുള്ളതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നതിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ഈ AC കൊടുക്കുന്ന കറണ്ടിന്റെ സാന്നിധ്യം കൊണ്ട് ഈ കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുകയും ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫലമായിട്ട് നമുക്ക് ഈ കോയിലിൽ തന്നെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ കറണ്ട്
BC എന്ന് പറയുന്ന ടെർമിനലിലൂടെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഓട്ടോ ട്രാൻസ്ഫോമറിന് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ മോളിൽ കാണിച്ചിരിക്കുന്നത് ഈ ഫിഗർ 1 എന്ന് പറയുന്ന ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അതായത് നമുക്ക് മാക്സിമം എന്ന് പറയുന്നത് മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് കറണ്ടിന് ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇൻപുട്ട് കറണ്ടിനേക്കാൾ കുറഞ്ഞ വോൾട്ടേജിലുള്ള കറണ്ട് കിട്ടാൻ വേണ്ടി വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. താഴെ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അതായത് കുറഞ്ഞ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത് ഇതിന്റെ അഡ്വാൻറ്റേജ്, ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെസ് കോസ്റ്റ് ആണ്, കോസ്റ്റ് കുറവായിരിക്കും. അതായത് മാനുഫാക്ചർ കോസ്റ്റ് കുറവാണ്. കാരണം 2 വൈൻഡിങ് ഇല്ല, ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന കോസ്റ്റ്, ഒരു വൈൻഡിങ്ങിന്റെ കോസ്റ്റ് കുറവാണ്. അതുകൊണ്ട് ലെസ് കോസ്റ്റ് ആണ്. ഹാവ് ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്, ബെറ്റർ. മറ്റ് ട്രാൻസ്ഫോമറുകളെ വെച്ച് നോക്കുമ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിന് കൂടുതൽ നല്ല വോൾട്ടേജ് റെഗുലേഷൻ ആണ് ഉള്ളത്, ആ സ്മോളർ. അതുപോലെ മറ്റു വോൾട്ടേജുകളെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്, ചെറുതാണ്. കാരണം അതിന് വലിയ കമ്പോണൻസുകളൊന്നുമില്ല, സിംഗിൾ വൈൻഡിങ് ആണ്. അതുപോലെ കോർ ഇല്ല, ഒരു സിംഗിൾ വൈൻഡിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു കൂളിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കൂളന്റിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് കമ്പോണൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത് വളരെ ചെറുതാണ്. ഞാൻ നേരത്തെ പിക്ചർ കാണിച്ചല്ലോ, അതുപോലെ ചെറിയ ഒരു ട്രാൻസ്ഫോമർ ആണ്. ആർ ലൈറ്റർ ഇൻ വെയിറ്റ്. വലിപ്പം കുറയുന്നതിനനുസരിച്ച് തന്നെ അതിന്റെ വെയിറ്റ് കുറവായിരിക്കും. ആർ മോർ എഫിഷ്യന്റ് വെൻ കമ്പയർഡ് വിത്ത് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ഓഫ് ദി സെയിം കപ്പാസിറ്റി. അപ്പൊ ഒരു സെയിം കപ്പാസിറ്റി ഉള്ള ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ എഫിഷ്യൻസി കൂടുതലാണ്. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജ് എന്നാണ്. ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ ഡസ് നോട്ട് ഐസൊലേറ്റ് ദി സെക്കൻഡറി ഫ്രം ദി പ്രൈമറി സർക്യൂട്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൈമറി സെക്കൻഡറി തമ്മിൽ ഐസൊലേറ്റ് ചെയ്യുന്നില്ല. കാരണം അതിന് ഒരു വൈൻഡിങ് മാത്രമേ ഉള്ളൂ. 2 വൈൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും തമ്മിൽ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറയത്ത. ഐസൊലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്ത അവസ്ഥ. ഇവിടെ ഒറ്റ വൈൻഡിങ്ങിൽ തന്നെയാണ് ഔട്ട്പുട്ടും ഇൻപുട്ടും നമ്മൾ കൊടുക്കുന്നത്. അതായത് പ്രൈമറി സെക്കൻഡറി ഒറ്റ വൈൻഡിങ്ങിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പ്രൈമറി സെക്കൻഡറി നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നില്ല. അതാണ് ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇഫ് ദി കോമൺ വൈൻഡിങ് BC become open circuit. Refer to figure 1 or 2. The primary voltage can still feed the load. With a step down auto transformer, this could result in burnt out secondary load and or a serious shock hazard, particularly if the step down ratio is high. അപ്പൊ ഇത് പറയുന്നത് ഇപ്പൊ ഇൻ കേസ് BC എന്ന് പറയുന്ന ഇത് ഓപ്പൺ സർക്യൂട്ട് ആയാൽ, അതായത് നമ്മൾ ലോഡിലേക്ക് വരുന്ന സർക്യൂട്ട് എവിടെയെങ്കിലും വെച്ച് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആയാൽ എന്ത് ചെയ്യും? റിഫേർഡ് ടു ഫിഗർ 1, പ്രൈമറി വോൾട്ടേജ് ക്യാൻ സ്റ്റിൽ, അതായത് പ്രൈമറിയിലുള്ള വോൾട്ടേജ് എത്രയാണോ അത് ഡയറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ടിലേക്ക് വരും. അതാണ് ഇവിടുത്തെ പ്രശ്നം. സെക്കൻഡറി സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു സർക്യൂട്ട് ഷോർട്ട് ആവുകയോ ഓപ്പൺ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രൈമറിയിൽ നമ്മൾ കൊടുക്കുന്ന അതേ വോൾട്ടേജ് തന്നെ സെക്കൻഡറിയിലേക്ക് വരും.
അപ്പൊ ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഈ പറയുന്നത് വലിയ ദോഷം ചെയ്യില്ല. പക്ഷെ സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ് എങ്കിൽ നമുക്കറിയാം ഔട്ട്പുട്ടിൽ കൊടുത്തിരിക്കുന്ന ഡിവൈസുകളെല്ലാം തന്നെ ഇൻപുട്ടിൽ വോൾട്ടേജിനേക്കാൾ കുറഞ്ഞ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഡിവൈസുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് വരുമ്പോൾ ഈ പറയുന്ന ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സെക്കൻഡറിയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ലോഡില് ഹൈ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ അത് ആ ഇൻസ്ട്രുമെന്റ്സുകളെ ബേൺ ചെയ്യിക്കുക. അതായത് ഇൻസ്ട്രുമെന്റുകളെല്ലാം കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഷോക്ക് ഹസാർഡ് ഉണ്ടാകാം. അങ്ങനെയുള്ള കേസുകൾ വരാം. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേസമയം മറ്റ് ട്രാൻസ്ഫോമർ, അതായത് 2 വൈൻഡിങ് ഉള്ള ട്രാൻസ്ഫോമർ, 2 വൈൻഡിങ് ട്രാൻസ്ഫോമറെ സംബന്ധിച്ചിടത്തോളം അവയുടെ സെക്കൻഡറിയും പ്രൈമറിയും തമ്മിൽ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും 2 വൈൻഡിങ് ആയതുകൊണ്ട് രണ്ടും തമ്മിൽ ഐസൊലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി വൈൻഡിങ് അല്ലെങ്കിൽ സെക്കൻഡറി സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ടായാൽ ഈ പറയുന്ന പ്രൈമറി വോൾട്ടേജ് ഒന്നും സെക്കൻഡറിയിലേക്ക് വരത്തില്ല. അതുപോലെ തന്നെ ആ സെയിം വോൾട്ടേജ് തന്നെ ആയിരിക്കും സെക്കൻഡറി കൊടുക്കുന്ന കിട്ടുന്ന അതേ വോൾട്ടേജ് തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അഥവാ വൈൻഡിങ്ങിലാണ് എവിടെയെങ്കിലും തകരാറ് സംഭവിക്കുന്നതെങ്കിൽ എന്തായാലും ഔട്ട്പുട്ട് കിട്ടിയാൽ അപ്പൊ അത് സേഫ് ആണ്. അതേസമയം ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഒറ്റ വൈൻഡിങ്ങേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൈമറിയിൽ അപ്പൊ സെക്കൻഡറി വൈൻഡിങ്ങോ അല്ലെങ്കിൽ സെക്കൻഡറി വൈൻഡിങ് അല്ല, സെക്കൻഡറിയിൽ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രൈമറിയിൽ അതേ വോൾട്ടേജ് തന്നെ സെക്കൻഡറിയിലേക്ക് വരും. അത് സെക്കൻഡറിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡിന് സീരിയസ് ആയിട്ടുള്ള ഹസാർഡ്, ഷോക്കോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. സാധാരണ രീതിയിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് ഫ്ലൂറസൻ ലാംപ്സ് ആണ്. അതായത് റേറ്റഡ് വോൾട്ടേജ് കുറവുള്ള ഫ്ലൂറസൻ ലാമ്പുകളിലാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് റെഡ്യൂസ് വോൾട്ടേജ് മോട്ടോർ സ്റ്റാർട്ടർ. അതായത് നമ്മൾ സാധാരണ വോൾട്ടേജിനേക്കാൾ കുറഞ്ഞ മോട്ടോർ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നിടത്ത് ഈ റെഡ്യൂസ് ചെയ്യാനായിട്ട്, വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സീരീസ് ലൈൻ ബൂസ്റ്റർ ഫോർ ഫിക്സഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലൈൻ വോൾട്ടേജ്. ഇത് പിന്നീട് ഉപയോഗിക്കുന്നത് സീരീസ് ലൈൻ ബൂസ്റ്റർ ഫോർ ഫിക്സഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലൈൻ വോൾട്ടേജ്. അത് ലൈൻ വോൾട്ടേജിൽ ഫിക്സഡ് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അത് വോൾട്ടേജ് കുറയുമ്പോൾ ലൈൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന, നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകളുണ്ട്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ഇതിനൊരു ആപ്ലിക്കേഷൻ, അതൊരു ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ അതിൽ നമ്മൾ വേരി ചെയ്യിക്കുകയാണ്. അത് ഓരോ സമയത്ത് നമ്മൾ 3-4 പൊസിഷൻസ് ഉണ്ടാവും. അപ്പൊ 3-4 പൊസിഷനിലേക്ക് ഇടുമ്പോൾ അത് വോൾട്ടേജ് കുറയുകയും, കുറഞ്ഞ സമയത്ത് നമ്മൾ ഇടുമ്പോൾ ആ വോൾട്ടേജ് കൂടി കിട്ടും നമുക്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് സെർവോ ലൈൻ വോൾട്ടേജ് കറക്ടേഴ്സ്. അതായത് സെർവോ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണ രീതിയിൽ നമ്മുടെ AC സർക്യൂട്ടിലൂടെ വരുന്ന കറണ്ട് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ വോൾട്ടേജ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. 230 ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വോൾട്ടേജ് എങ്കിലും, പക്ഷെ എപ്പോഴും നമുക്കത് കിട്ടാറില്ല. 210 മുതൽ അങ്ങ് 230 ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും എപ്പോഴും കിട്ടുക. അത് എപ്പോഴും എന്ത് ചെയ്യും, വേരി ചെയ്തോണ്ടിരിക്കും. 210, 215, 220 എന്നൊക്കെ പറഞ്ഞാൽ അത് വേരി ചെയ്തോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വേരി ചെയ്യുന്ന ഒരു സർക്യൂട്ടില് നമുക്ക് കറക്റ്റ് ആയിട്ട് വേരി ചെയ്യാതെ കറക്റ്റ് ആയിട്ട് ഒരു 210 അല്ലെ 230 അല്ലെ 220 ഏതാണോ ആ ഒറ്റ വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാവുള്ളൂ.
അങ്ങനെയുള്ള സർക്യൂട്ടുകളിൽ നമ്മൾ ഈ പറയുന്ന ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് വോൾട്ടേജ് മാത്രമേ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ. നമ്മൾ വലതുവശത്ത് കാണുന്ന ട്രാൻസ്ഫോമറുകളാണ് ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. This is one which does not require the use of any liquid or semi-liquid material for the purpose of cooling. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂളിങ്ങിനായിട്ട് ഒരു പ്രത്യേകം ലിക്വിഡോ അല്ലെങ്കിൽ സെമി ലിക്വിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഇതിനകത്ത് ഒരു ഐസൊലേറ്റിംഗ് മെറ്റീരിയൽ, ഡ്രൈ ആയിട്ടുള്ള ഒരു ഐസൊലേറ്റിംഗ് മെറ്റീരിയൽ ഇവര് ഇതിനെ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അതായത് 230 12 വോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 6 വോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 24 വോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ, ചെറിയ ട്രാൻസ്ഫോമർ, അതൊക്കെ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമറുകളാണ്. ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇൻസൈഡ് ദി റൂം ആയിരിക്കും. അല്ലെങ്കിൽ അതുപോലെ അതായത് മഴയും ഒന്നും കൊള്ളാം, അതുപോലെ ഈർപ്പം ഒന്നും അടിക്കാൻ പറ്റിയല്ലാത്ത അല്ലെങ്കിൽ അടിക്കുകയല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഈ പറയുന്ന ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ വെക്കാൻ പറ്റുന്നത്. നമ്മുടെ പുറത്ത് കാണുന്ന പോലെയുള്ള വഴിയരികിലൊന്നും കൊണ്ടുപോയി മഴ നനയുന്നിടത്ത് ഒന്നും കൊണ്ടുപോയി ഈ പറയുന്ന ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമറൊന്നും വെക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്ക് റൂമിനകത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള, അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇത് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഹൈ വോൾട്ടേജിലുള്ള ട്രാൻസ്ഫോമറുകൾ ഈ പറയുന്ന ഫാക്ടറികളുടെ ഒക്കെ ഉള്ളിലൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. A dry type transformer contains an insulating medium surrounded winding assembly. വൈൻഡിങ്ങിന്റെ ചുറ്റിനുമായിട്ട് ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഇതിനെ കൂൾ ചെയ്യുന്നത്. ആ മീഡിയം എന്ന് പറയുന്നത് ഡ്രൈ ആണ്. ദിസ് കുഡ് ബി എ ഗ്യാസ് ഓർ ഡ്രൈ കോമ്പൗണ്ട്. ആ മീഡിയം എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആകാം അല്ലെങ്കിൽ ഡ്രൈ കോമ്പൗണ്ട് ആകാം. അടുത്തതെന്ന് പറയുന്നത് വൈൽ വോൾട്ടേജ് ഓഫ് സച്ച് ട്രാൻസ്ഫോമർ റേഞ്ച് അപ് ടു 11 കിലോ വോൾട്ട്. അതായത് ഇങ്ങനെയുള്ള ട്രാൻസ്ഫോമർ, ഡ്രൈ ട്രാൻസ്ഫോമറുകളുടെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 11 കിലോ വോൾട്ട് വരെയേ ഉള്ളൂ. അതിന് താഴേക്കേ ഉണ്ടാവുള്ളൂ, അതിന് മുകളിലേക്ക് ഉണ്ടാകത്തില്ല. പിന്നെയുള്ളത് അപ് ടു 2.5 മെഗാവാട്ട് ആംബിയർ. അതാണ് അതിന്റെ കപ്പാസിറ്റി. മാക്സിമം കപ്പാസിറ്റി ആണ് 2.5 മെഗാവാട്ട് ആംബിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഡ്രൈ കോമ്പൗണ്ട് യൂസ് ടു മേക്ക് എ ഡ്രൈ ട്രാൻസ്ഫോമർ ഈസ് റെസിൻ. റെസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് നമ്മളിവിടെ ഡ്രൈ കോമ്പൗണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്, ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതെന്ന് പറയുന്നത് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ആണ്. ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ട്രാൻസ്ഫോമർ തന്നെയാണ്. അതിനകത്ത് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻപുട്ടിലെ വോൾട്ടേജ് തന്നെയായിരിക്കും ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ഫോമേഴ്സ് ഇൻ വിച്ച് ദി ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി വോൾട്ടേജ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി source voltage given at primary are called 1-to-1 or isolation transformer. അപ്പൊ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. പ്രൈമറി വോൾട്ടേജ് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്ന ഒരു സർക്യൂട്ടിനെയാണ്, ഒരു ട്രാൻസ്ഫോമറിനെയാണ് നമുക്ക് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് നമ്മുടെ സർക്യൂട്ടിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പുറത്തുനിന്നുള്ള സർക്യൂട്ടിനെ നമുക്ക്
ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ വേർപെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക. ഇൻ ദിസ് ട്രാൻസ്ഫോമേഴ്സ് ദി നമ്പർ ഓഫ് ടേൺസ് in the secondary will be equal to the number of turns in the primary, making the turns ratio equal to 1. അപ്പൊ ഇതിന്റെ ടേൺ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ മെയിൻ ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ ഷോപ്പുകളിൽ ഒക്കെ ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് നമുക്കറിയാം ഷോക്ക് അടിക്കണമെങ്കിൽ ന്യൂട്രൽ ഫേസ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ സാധാരണ വോൾട്ടേജ് സാധാരണ കറണ്ടില് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ന്യൂട്രൽ ഫേസും ഉണ്ട്. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമർ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമർ വെച്ച് കഴിഞ്ഞാൽ രണ്ടും ന്യൂട്രൽ രണ്ടും ഫേസും ആയിട്ടാണ് വരുന്നത്. അപ്പൊ രണ്ട് ലൈനും കൂടെ ഒന്നിച്ച് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിലുള്ള രണ്ട് ലൈനും കൂടെ ഒന്നിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. അതേസമയം ഒരു ലൈൻ മാത്രമാണ് നമ്മൾ ടച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കുകയില്ല. അതാണ് ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതായത് മെയിൻ സർക്യൂട്ടുമായിട്ട് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അതായത് മെയിൻ ലൈനുമായിട്ട് ഐസൊലേറ്റ് ചെയ്യാണ്. എന്നാൽ നമുക്ക് സെക്കൻഡറിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള വോൾട്ടേജ് കറണ്ടും കിട്ടുകയും ചെയ്യും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.